ഓം ശ്രീ സായിറാം. കാർബണിൻ്റെ മറ്റൊരു രൂപാന്തരമായ ഗ്രാഫൈറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരവും ഗ്രാഫൈറ്റാണ്. ഗ്രാഫൈറ്റ് എന്ന പേര് ലഭിച്ചത് എഴുതാൻ കഴിയുന്നത് എന്നർത്ഥമുള്ള ഗ്രാഫീൻ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. ഗ്രാഫൈറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാഫൈറ്റ് മിനുസമുള്ളതാണ്. അതേപോലെ തന്നെ ഗ്രാഫൈറ്റിന് ചാരനിറമാണുള്ളത്. ഗ്രാഫൈറ്റ് ഒരു വൈദ്യുത ചാലകമാണ്. ഗ്രാഫൈറ്റിന് ബാഷ്പീകരണശീലം ഇല്ല. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ് ഗ്രാഫൈറ്റിന് വൈദ്യുത ചാലകത നൽകുന്നത്. ഇനി പാളികളായി കാണപ്പെടുന്ന കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഗ്രാഫൈറ്റാണ്. ഗ്രാഫൈറ്റിൻ്റെ പാളികൾക്കിടയിൽ കാണപ്പെടുന്ന ഭൗതിക ബലങ്ങൾ വാൻഡർവാൾസ് ബലം എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാഫൈറ്റ് ആറ്റത്തിൻ്റെ പാളികൾക്ക് തെന്നി മാറാൻ കഴിയുന്നതിന് കാരണം ദുർബലമായ വാൻഡർവാൾസ് ബലമാണ്. ഗ്രാഫൈറ്റിൽ കളിമണ്ണ് ചേർന്ന മിശ്രിതമുള്ളതുകൊണ്ട് തന്നെ പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരവും ഗ്രാഫൈറ്റാണ്. വൈദ്യുതി കടത്തിവിടുന്ന കാർബണിൻ്റെ രൂപാന്തരം ഗ്രാഫൈറ്റാണ്. അതേപോലെ തന്നെ ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകമാകാൻ കാരണം സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ്. ഗ്രാഫൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഗ്രാഫൈറ്റാണ്. ഇനി ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിനെ സ്നേഹകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഖരാവസ്ഥയിലുള്ള സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഗ്രാഫൈറ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരവും ഗ്രാഫൈറ്റാണ്.